5 കുരുന്നുകൾക്ക് പുതുജീവനേകിയ ആലൻ ഷെറിൻ എബ്രഹാമിന് വിട ചൊല്ലാൻ ജന്മനാട്. ആലൻ ഷെറിന്റെ മൃതദേഹം പത്തനംതിട്ട വാലുമണ്ണിലെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ സംസ്കാരം നടക്കും. ആലൻ ഷെറിന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സന്ദർശിക്കും. ഷിജോ കുര്യൻ വിവരങ്ങളുമായി മല്ലപ്പള്ളിയിൽ നിന്ന്. ഷിജോ, നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ്, ഒട്ടേറെ പേർ ആ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി അവസാനമായി കാണാനൊക്കെ എത്തിച്ചേർന്നു. പലരും ആദ്യമായി ആ കുഞ്ഞിനെ കാണാനെത്തുന്നവർ തന്നെയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ആലൻ ഷെറിന്റെ പൊതുദർശനം ഇപ്പോൾ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലുള്ള വാലുമണ്ണിൽ വീട്ടിൽ പുരോഗമിക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടിയാണ് ആലൻ ഷെറിൻ എന്ന് പറയുന്ന കുഞ്ഞു മാലാഖയുടെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ മല്ലപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു ഈ മാലാഖ കുഞ്ഞിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ആ മൃതദേഹം രാവിലെ 7 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കി. അവിടെ വെച്ച് തന്നെ ഏകദേശം ഒരു മണിക്കൂറോളമുള്ള പൊതുദർശനം അവിടെ ഉണ്ടായിരുന്നു. അവിടെയും ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഈ മാലാഖ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ആശുപത്രിയിലെത്തിയിരുന്നു. 8 മണിയോടുകൂടിയാണ് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീടിന് മുമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ആ മാലാഖ കുഞ്ഞിനെ ഇപ്പോൾ കാണാനായിട്ട് ഇടതടവില്ലാതെ നൂറുകണക്കിന് ആളുകൾ, ഈ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല, നെടുങ്ങാടപ്പള്ളിയിലോ മല്ലപ്പള്ളിയിലോ തിരുവല്ലയിലോ പത്തനംതിട്ടയിലോ ഉള്ള ആളുകൾ മാത്രമല്ല, ഒരുപാട് മറ്റു പല ഇടങ്ങളിൽ നിന്ന് തന്നെ ഈ മാലാഖ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. ഇവിടെ വന്ന് ഈ കുഞ്ഞിനെ കണ്ടൊന്ന് മടങ്ങിപ്പോവുകയല്ല ആളുകൾ ചെയ്യുന്നത്, കാത്തിരിക്കുകയാണ്. അവസാനമായി ആ കുഞ്ഞിനെ കല്ലറയിലേക്ക് വെക്കുന്ന സമയം വരെ ഞങ്ങളൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഈ വീട്ടിന് മുമ്പിൽ കാവലിരിക്കുകയാണ്. അവസാനമായി കുഞ്ഞിനെ കണ്ടതിന് ശേഷം മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജ്, സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ കൂടി അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തും. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് മന്ത്രി BN വാസവൻ അല്പസമയം മുമ്പ് ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് മടങ്ങിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉച്ചയ്ക്ക് ശേഷം ഈ വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി BN വാസവൻ ഈ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. വൈദികരടക്കമുള്ള ആളുകൾ ഇപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മണിവരെയാണ് വീട്ടിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. 2 മണിയോടുകൂടി ശവസംസ്കാര ശുശ്രൂഷകൾ വീട്ടിൽ ആരംഭിക്കും. ക്രൈസ്തവ വിശ്വാസപ്രകാരം ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ശവസംസ്കാര ശുശ്രൂഷ വീട്ടിലുണ്ട്. ആ ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിയോടുകൂടിയായിരിക്കും നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുപോവുക. അവിടെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി മാലാഖ കുഞ്ഞിന് വിട നൽകും. അതായത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞ് ഒരു അവയവദാതാവാകുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ആദരവും നൽകിക്കൊണ്ട് ഈ കുഞ്ഞിനെ യാത്ര അയക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ സംസ്ഥാന സർക്കാർ എത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യം പറയുകയും ചെയ്തതാണ്. ഇവിടുന്ന് വീട്ടിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി പൊതുദർശനം കഴിയുന്നു. അതിനുശേഷം ശുശ്രൂഷകൾ പൂർത്തിയാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ സംസ്കാരത്തിന് മുമ്പായിട്ടായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ഔദ്യോഗിക ബഹുമതികളും നൽകി ഈ മാലാഖ കുഞ്ഞിനെ യാത്രയാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് അവയവദാതാവാകുക എന്ന് പറയുന്നത് മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ളൊരു കാര്യമാണ്. 5 കുരുന്നു ജീവനുകൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് നിത്യതയിലേക്ക് ഈ ഹ്രസ്വകാല ജീവിതത്തിനിടയിൽ ഈ ആലൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന കുഞ്ഞ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്നത്. ഒരു കുഞ്ഞ് കാലഘട്ടം മാത്രം. ഈ വീട്ടിൽ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ നിരവധി ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അനുജയ്ക്കൊക്കെ മനസ്സിലാകും, ഇങ്ങനെ ആളുകൾ വന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് എത്രയോ ആളുകൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ടാകും. എത്രയോ ആളുകൾ ഈ കുഞ്ഞിൻ്റെ ചിരിയും കളിയും ഒക്കെ, ആ പരിലാളനകൾ അവർ കൂടി ആസ്വദിച്ചിട്ടുണ്ടാകും. അവരുടെ മാതാപിതാക്കൾ, ഈ പറയുന്ന ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം ആഴത്തിൽ ആ കുഞ്ഞിനോടൊപ്പമുള്ള സമയം ആസ്വദിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ എത്രമാത്രം ആളുകൾക്കത് വലിയ തരത്തിലുള്ള വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഇപ്പോഴും ആളുകൾ ഇടതടവില്ലാതെ ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് പോലും ആളില്ലാതെ ആകുന്നില്ല. ഒരുപാട് ആളുകൾ ഒരുപാട് ഇടങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ കക്ഷി ഭേദമന്യുള്ള ആളുകൾ വരുന്നു, രാഷ്ട്രീയ ജനപ്രതിനിധികൾ വരുന്നു, മറ്റു പല ആളുകൾ മറ്റിടങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു. അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടാണ് തൻ്റെ ഈ ഹ്രസ്വകാല ജീവിതത്തിനിടയിൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ആലൻ ഷെറിൻ എബ്രഹാം മടങ്ങുന്നത്. 10 മാസം പ്രായമായ കുഞ്ഞ് 5 പേർക്ക് പുതുജീവനേകി നിത്യതയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ നിത്യത എന്ന് പറയുന്നത് എത്രമാത്രം സുന്ദരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയാണ് തൻ്റെ കുഞ്ഞ് പോകുന്നത് എന്നുള്ള ഒരു ആത്മസംതൃപ്തി ഒരുപക്ഷെ ആ മാതാപിതാക്കൾക്കുണ്ടാവാം. ഈ ഹൃദയം നുറുങ്ങുന്ന വേദനയിലും തൻ്റെ കുഞ്ഞ് ഈ 5 പേർക്ക് അതിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്ത് അവരെ പുതുജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തൻ്റെ കുഞ്ഞിന് കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തി ഈ ഹൃദയം നുറുങ്ങുന്ന വേദനയിലും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് ഉണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അനുജ.
അതാണ് പലയിടങ്ങളിൽ നിന്നൊക്കെ ദൂരെ നിന്നൊക്കെ ഇത് വാർത്ത കേട്ടറിഞ്ഞ് മാത്രം ആലിനെ അവസാനമായി കാണാനെത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ആ കാഴ്ചയൊക്കെ അപൂർവമായി ഒരിക്കലും ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ഔദ്യോഗിക ബഹുമതികളോടെ വിടവാങ്ങുന്ന കുഞ്ഞാണ്. കൂടാതെ ഒരു പ്രായം കുറഞ്ഞ കുഞ്ഞിന് 6 മാസം മാത്രം പ്രായം കുറഞ്ഞൊരു കുഞ്ഞിനാണ് ഒരു അവയവം ദാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ ചരിത്രങ്ങൾ കൂടി ബാക്കിയാക്കിക്കൊണ്ടാണ് 10 മാസം മാത്രം പ്രായമുള്ള ആലൻ ഷിറിൻ വിടവാങ്ങുന്നത്. മൃതദേഹം ഇപ്പോൾ പത്തനംതിട്ടയിലെ വാലുമണ്ണിലെ വസതിയിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. 2 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങും. ഷിജോ കുര്യനാണ് വസതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.